ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണിത്. പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ, പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ബ്ലോഗ് എടുത്തിട്ടില്ല, ജസ്റ്റ് അന്നത്തെ ഒരു ചെറിയ ക്ലിപ്പ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കിടക്കുമ്പോൾ മൈലാഞ്ചി അരച്ച് നഖത്തുമൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ ഉടനെ തന്നെ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചോർത്തിട്ടുണ്ട്. എനിക്ക് ചില ടൈമിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ചില ടൈമിൽ ഇഷ്ടമല്ല. അപ്പോൾ ഞാനങ്ങനെ നേരെ പോയി. പിന്നെ ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ മീനുണ്ടായിരുന്നു, അപ്പോൾ അത് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചു. പിന്നെ അതാ മോര് കറി ഉണ്ടാക്കി, ചോറ് ഉണ്ടാക്കി. പെട്ടെന്ന് ഈ കുക്കിംഗ് പരിപാടികൾ പെട്ടെന്ന് തീർത്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം വീടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുകളിൽ പോയിട്ട് നമ്മുടെ ഒരു ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി. പിന്നെ തലേ ദിവസം തോരട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ മുകളിൽ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ മൊത്തമായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അടിച്ചു വരാം. മുകളിൽ ഞാൻ ഒരു ആഴ്ചയിലൊരു ദിവസം അങ്ങനെയൊക്കെയാണ് അടിച്ചു വരാറുള്ളൂ. പിന്നെ ഇത് നമ്മൾ മോൻ ചെറുതാകുമ്പോൾ, അതായത് ജനിച്ചുടനെ ആ ടൈമിൽ അവൻ്റെ ക്ലോത്ത്സൊക്കെ തുരടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒതുക്കി വെക്കാം. റൂമിൻ്റെ ഇപ്പം നല്ല മഴ സീസണല്ലേ, അപ്പോൾ പുറത്തൊക്കെ തോരിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ അകത്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത റൂമിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നന്നായിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യം കഴിഞ്ഞാൽ മടക്കിയിട്ട് എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ റൂമൊക്കെ മൊത്തം അടിച്ചു വാരി എന്നിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ എല്ലാ റൂമുകളും അങ്ങനെ അടിച്ചു വാരി പിന്നെ തുടച്ചു. ജസ്റ്റ് 1-2 തവണ തുടച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ജനലും കാര്യങ്ങളും അങ്ങനെയൊന്നും ഡീപ്ലി ചെയ്തിട്ടില്ല. ഈ റൂമും കുറച്ച് ദിവസം മുന്നേ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെയ്ത് നമ്മൾ അങ്ങനെ. അപ്പോൾ മുകളിലത്തെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. പിന്നെ കോണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് താഴെ ഞാൻ അതുപോലെ തന്നെ വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. പെരുന്നാളല്ലേ, അപ്പോൾ മുകളിലും താഴെയും ഒക്കെ വൃത്തിയാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചു. പൊതുവെ ഞാനങ്ങനെ രണ്ടും, അതായത് മുകളിലും താഴെയും ഒരുമിച്ച് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഞാൻ അസർ ബാങ്കൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ശേഷം വെയിറ്റ് ചെയ്തിരിക്കുന്നു പെരുന്നാളിന് മൈലാഞ്ചിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയാണ് മൈലാഞ്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവൾ നന്നായിട്ട് മൈലാഞ്ചിടും. അപ്പോൾ 2 കയ്യിലും ഫുള്ളായിട്ട്. ഞാൻ എല്ലാ പെരുന്നാളിനൊന്നും അങ്ങനെ ഇടാറില്ല, ഡിപ്പെൻസ് ഓൺ മൈ മൂഡ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ വിളിച്ചിടത്ത് പറഞ്ഞിരുന്നു. പിന്നെ മരുവ് ബാങ്ക് കൊടുത്തു. പിന്നെ നോമ്പുണ്ടായിരുന്ന ദിവസമായിരുന്നു. സോ നോമ്പ് തുറക്കാൻ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് നോമ്പ് തുറന്നു. അപ്പോൾ പിന്നെ ഇക്ക എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വരുന്ന സമയത്ത് ഉമ്മ അവിടെ നിന്ന് റംബുട്ടാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വർഷം നമ്മൾ റംബുട്ടാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈം. അപ്പുറത്തെ വീട്ടിലുണ്ടായിട്ട് അങ്ങനെ കൊടുത്തു വിട്ടത്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതൊക്കെ പൊളിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റംബുട്ടാൻ 2 സൈസിൽ വരും. ചിലത് ആ കുരുവുമ്പോൾ തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കുന്നതും, ചിലത് ഈ ടൈപ്പ്. ഇതിപ്പോൾ അങ്ങനെ കുരുവിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കുന്ന ടൈപ്പല്ല. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ളൊരു. പിന്നെ റംബുട്ടാൻ പൊതുവെ മധുരമാണെങ്കിലും പുളിയാണെങ്കിലൊക്കെ ഒരു എപ്പോഴെങ്കിലും കിട്ടുന്ന ഫ്രൂട്ട് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കൗതുകമുള്ള ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ കുട്ടികൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാൻ നിന്നു. അപ്പോൾ ചെറിയ ആൾ വേഗം ഉറങ്ങണ കാരണം അവൾക്ക് ആദ്യം ഇട്ട് കൊടുത്തു. പകുതി ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ടും പിന്നെ മറ്റേ കയ്യിൽ ഉറങ്ങിയിട്ട് അവളോടെ കിടന്നിട്ട് ഞാനങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ 2 പേർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനങ്ങനെ വരച്ചു കൊടുത്തു.
അവർക്ക് ചിലപ്പോൾ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയാണ്. പിന്നെ ഒക്കെ വരുമ്പോൾ മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അതും കഴിച്ചു, മന്തി ഹണി ചിക്കനും കൂടിയിട്ട്. പിന്നെ ഇതാ പിറ്റേ ദിവസം നേരം വെളുത്തു. ഞാൻ മോർണിംഗ് അങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് പായസം ഉണ്ടാക്കിയാൽ മാത്രം ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്തു. ആക്ച്വലി ഇന്ന് പെരുന്നാൾ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ദിവസമായിരുന്നു. കാരണം നമ്മൾ നാളെ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നന്നായി റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു നമ്മൾ പോയിട്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം പിക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നത്. നമ്മൾ പാക്കിങ് ചെയ്യണം. ഞാൻ ഏകദേശം ഒരു ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് എന്നല്ല, പൊതുവെ എല്ലാ കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിളും മാംഗോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് സ്നാക്സ്, ബിസ്ക്കറ്റ്, അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ടൈപ്പ് കുറച്ച് സ്നാക്സ് എടുക്കും. കാരണം നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടാത്ത ഏരിയയിലൊക്കെ കൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് വിശക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2-3 ടൈപ്പ് ലോലിപോപ്പ്, ഇത്ര ഐറ്റംസൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളെല്ലാവരും ഉറങ്ങി. അപ്പം ഞാൻ എല്ലാവരും ഡ്രസ്സ് കൊണ്ടുപോകാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഈ പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടി കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഡ്രസ്സുകളൊക്കെ അവരെ കൊണ്ട് തന്നെയാണ് ഏതൊക്കെയാണ് വേണ്ടത്, കൊണ്ടുപോകാൻ വേണ്ടത് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നോക്കി ഞാൻ താഴത്തേക്ക് വെപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനാണ് ഒക്കെ പാക്ക് ചെയ്ത് പെട്ടിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഞാൻ ഈ ടൈം ആയപ്പോഴേക്കും അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 days ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ബൈ.